ക്രൈസ്തവരുമായി അടുക്കാനുള്ള നയതന്ത്രം ബി.ജെ.പി. പയറ്റാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിലേറ്റവും ഒടുവിലാണ് ഇന്നലെ പ്രധാനമന്ത്രി അദ്ദേഹം CBCI ആസ്ഥാനത്ത് ഡൽഹിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ സന്ദർശനവും ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത നീക്കവും. ഇതിനു പുറമെ കേരളത്തിലും ക്രൈസ്തവ ഭവനങ്ങളിൽ നേരിട്ടെത്തി ആശംസ നേരുക എന്ന തന്ത്രം ബി.ജെ.പിയും സ്വീകരിക്കുന്നു. പക്ഷേ ഇതിനെ സംശയത്തോടെ കാണുന്നു. ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ ഇതിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് ആഘോഷത്തെ പരോക്ഷമായി വിമർശിക്കുന്നു ഓർത്തഡോക്സ് സഭ. തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യുഹാനോൻ മിലിത്തിയോസ് അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു. ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്ന് യുഹാനോൻ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ വിമർശിച്ചു. രാകേഷ് ചേരുന്നു. രാകേഷ്, പൊതുവിൽ ക്രൈസ്തവ സഭയ്ക്ക് അകത്ത് പ്രധാനമന്ത്രിയുടെ നീക്കത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഓർത്തഡോക്സ് സഭയുടെ ചുരുങ്ങിയ പക്ഷം തൃശൂർ ഭദ്രാസനത്തിൽ നിന്നെങ്കിലും ഇത്തരം വ്യത്യസ്തമായ ശബ്ദമുയരുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഒപ്പം അദ്ദേഹം എന്താണ് ഫേസ്ബുക്കിൽ പറഞ്ഞത്? സജിത്ത്, ഇന്നലെയായിരുന്നു ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പ്രത്യേകിച്ച് CBCI ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിന് നേരിടേണ്ട ആക്രമണം, ഒപ്പം തന്നെ ശ്രീലങ്കയിലെ പള്ളി ആക്രമണം തുടങ്ങിയ വിവിധ വിഷയങ്ങളൊക്കെ തന്നെ പരാമർശിച്ചിരുന്നു. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ബിഷപ്പ് തന്നെ ഇപ്പോൾ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം മോദിയുടെ സന്ദർശനമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് പാലക്കാട് നല്ലേപ്പിള്ളിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം അടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോഴേതായാലും അത്തരമൊരു വിമർശനം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ ബിഷപ്പ് മാർ മിലിത്തിയോസ് ആണ് ഈ വിമർശനം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും എന്താണ് ഈ വിഷയത്തിൽ ഇനി കത്തോലിക്ക സഭയുടെ നിലപാടെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ക്രൈസ്തവ സഭയുമായി അടുക്കാനുള്ള തീരുമാനം അത് നേരത്തെ മുതൽ കാലങ്ങളായി BJP നടത്തുന്നതാണ്. ഇന്നലെയാണ് K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഇത്തരം ക്രിസ്മസ് സന്ദേശമടക്കം കൈമാറുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് BJP ഏതായാലും നല്ലേപ്പള്ളി വിഷയത്തിലടക്കം അകലം പാലിക്കുകയാണ്. അതായത് അടുത്തിടെ BJP വിട്ട നേതാവിന് ഇതിൽ പങ്കുണ്ടെന്നടക്കമുള്ള പ്രതികരണം നടത്തിക്കൊണ്ട് ഇതിനോട് അകലം പാലിക്കുന്ന സമീപനം സുരേന്ദ്രൻ ഇന്നലെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഓർത്തഡോക്സ് സഭ പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള ഈ സന്ദർശനം നാടകമാണ് എന്ന് വിമർശിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ രംഗത്ത് വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് വിവിധ സഭകളുമായി ഏറ്റവും മികച്ച അടുപ്പം പുലർത്തുന്ന ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ആ നീക്കത്തിനിടെയാണ് ഓർത്തഡോക്സ് സഭയിലൊരു പ്രധാനപ്പെട്ട ബിഷപ്പ് തന്നെ ഇത്തരം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പൊതുവിൽ സഭാ നേതൃത്വങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ നിലപാടിനോട് യോജിച്ച നിലപാട് സ്വീകരിക്കപ്പെടുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമോ? പ്രത്യേകിച്ച് പാലക്കാട് നല്ലേപ്പള്ളി സംഭവത്തെ BJP നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ BJP അധ്യക്ഷനടക്കം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായും BJPയുടെ ഈ നീക്കത്തിൻ്റെ വിശ്വസനീയത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ് സാഹചര്യം. രാകേഷ്, ഈ ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പ് എന്നതിനപ്പുറത്തേക്ക് പൊതുവിൽ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഈ പ്രധാനമന്ത്രിയുടെയും BJPയുടെയും നീക്കത്തെ സംശയത്തോടെ കാണുന്ന മറ്റെന്തെങ്കിലും പരസ്യ നീക്കങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? മറ്റ് സഭകളുടെ പ്രതികരണം ഏതായാലും ഈ വിഷയത്തിൽ വന്നിട്ടില്ല സജിത്ത്. പക്ഷേ പലപ്പോഴായി പല വിഷയങ്ങളിൽ യുഹാനോൻ മിലിത്തിയോസിന് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യുഹാനോൻ മിലിത്തിയോസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഓർത്തഡോക്സ് സഭയുടെ സമീപനത്തിന് വ്യത്യസ്തമായ സമീപനം പല വിഷയങ്ങളിലും അദ്ദേഹം നേരത്തെയും മുൻപും കൈക്കൊണ്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ നടത്തുന്ന BJP നടത്തുന്ന നീക്കങ്ങളെ കൂടി അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് മോദിയുടെ പേരെടുത്ത് ആ പോസ്റ്റിൽ പരാമർശിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ നിലവിലുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ അദ്ദേഹം പരാമർശിച്ചു പോകുന്നു എന്നതുകൂടി ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്ട് ഇത്തരത്തിൽ സ്കൂൾ കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുന്ന സംഭവം ഉണ്ടാകുകയും അത് പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് മാറുകയും മറ്റ് യുവജന സംഘടനകൾ ഏറ്റെടുക്കുകയും കരോൾ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം അതിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിൽ CBCI ആസ്ഥാനത്തെത്തി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഒപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ
ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴത്തെ സമകാലിക വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും മിലിത്തിയോസിന്റെ പ്രതികരണം, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പ്രതികരണം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് ഒറ്റ സംഭവത്തെയും അദ്ദേഹം എടുത്തു പറയുന്നില്ല. നല്ലേപ്പള്ളി എന്നോ അല്ലെങ്കിൽ പാലക്കാട് നടന്ന സംഭവമെന്നോ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച എന്നും തന്നെ അദ്ദേഹം എടുത്തു പറയുന്നില്ല. പക്ഷെ അത് എന്താണ് എന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നവർക്ക് വ്യക്തമാണ്. അതിന് പിന്നാലെ അദ്ദേഹം ചില പ്രതികരണങ്ങൾ കൂടി ചില മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് കൂടി സൂചിപ്പിക്കട്ടെ. അതായത് അദ്ദേഹം കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ഇതിനെ വിമർശിക്കുകയും വന്നിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാടകമാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നായി വരുന്നുണ്ട്. അല്പസമയത്തിനൊന്നും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വലിയ വിമർശനം ഈ ഘട്ടത്തിൽ തുടരുന്നു. ഏതായാലും കൂടുതൽ സഭകളുടെ സഭാ നേതൃത്വത്തിന് അടക്കമുള്ള പ്രതികരണം ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം. എന്തായിരിക്കും CBCയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്നതുകൂടി അറിയാനുണ്ട്. സജിത്ത്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഓർത്തഡോക്സ് സഭ ഇത്തരമൊരു ഔദ്യോഗിക നിലപാടാണോ എന്ന കാര്യം പ്രസക്തമാണ്. അത് ആ നിലപാട് പറയുമായിരിക്കും. പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ നീക്കത്തെ സംശയത്തോടെ കാണുന്നവർ ഉണ്ട്. അത് പ്രധാനമായും നല്ലേപ്പള്ളിയിലെ ആ സംഭവം അത് പ്രധാനമായും വിമർശന വിധേയമാവുന്ന കാര്യം കൂടിയാണ്. എന്തായാലും അത് സൂചിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസന അധിപൻ ആണ് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ നിലപാട് മാധ്യമങ്ങളോട് പരസ്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്കും വരാം. ശക്തമായ വിമർശനമാണ് ഓർത്തഡോക്സ് ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് സാഹചര്യം. രാകേഷ്, ഒരു കാര്യം കൂടി, ഇന്നലെ ഈ പൊതുവിൽ താമരശ്ശേരി ബിഷപ്പിനെ കണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ക്രിസ്തുമസ് ആശംസകൾ നേർന്നപ്പോൾ BJP അധ്യക്ഷൻ പറയുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ സന്ദേശം പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നതാണ്. സ്വാഭാവികമായും ക്രൈസ്തവ ഭവനങ്ങളിലെല്ലാം പരമാവധി എത്തുക എന്ന പഴയ രീതി BJP ഇത്തവണയും തുടരുന്നുണ്ട് താനും. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ക്രൈസ്തവ സഭകൾക്കിടയിൽ തന്നെ രൂപപ്പെടുന്നതിനെ BJP എങ്ങനെ നോക്കിക്കാണാനായിരിക്കും സാധ്യത? അതോ അവരുടെ നിശ്ചയിച്ച ആ പരിപാടികളുമായി അവർ മുന്നോട്ട് തന്നെയാണ്? സജിത്ത്, തീർച്ചയായും BJP ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി കേരളത്തിൽ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി BJP കേരളത്തിൽ തുടരുന്നുണ്ട്. അത് ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ളൊരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അത് കാണാം. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ന്യൂനപക്ഷ കാര്യമന്ത്രിയായിരുന്ന മുക്താർ അബ്ബാസ് നഖ്വി തന്നെ തൃശ്ശൂരിലെത്തിക്കൊണ്ട് ബിഷപ്പുമാരുമായി സഭാ അധ്യക്ഷന്മാരുമൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ക്രിസ്മസ് വിരുന്നുകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് BJP ഒപ്പം നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളിലെ സാഹചര്യം എടുത്തു നോക്കിയാൽ, ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. പത്തനംതിട്ടയിൽ BJP സമീപകാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ്. തൃശ്ശൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ വിജയത്തിൽ പോലും സഭകളുടെ പിന്തുണ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യം സ്വാഭാവികമായും BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വിവിധ സഭാ അധ്യക്ഷന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് CBI ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തതും ഒപ്പം തന്നെ ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഏതായാലും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതും പ്രത്യേകിച്ച് നല്ലേപ്പള്ളിയിൽ ക്രിസ്മസ് കരോൾ തന്നെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ആ വിഷയത്തെ വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ BJP കൈകാര്യം ചെയ്യുന്നതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അതിനോട് അകലം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ഇന്നലെ ജോർജ് കുര്യന്റെ പ്രതികരണവും ഇതിനോട് കൂട്ടി വായിക്കാം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ DYFIയും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ സംഘടിപ്പിച്ച കരോളിനെ അദ്ദേഹം പ്രശംസിക്കുകയാണ്. അത്തരമൊരു തള്ളിപ്പറയുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവരെ ഒപ്പം നിർത്തി ആ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ പല സമയങ്ങളിലായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ BJPയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് BJP ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന ഓർത്തഡോക്സ് സഭയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ബിഷപ്പ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ സഭയുടെ അടക്കം ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഓർത്തഡോക്സ് സഭ തന്നെ ഒരുപക്ഷെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ BJP പ്രധാനമന്ത്രിയുടെ നീക്കത്തിനെതിരെ വലിയ വിമർശനങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം.